എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഒരു ചെറിയ ചോദ്യത്തോട് തുടങ്ങാം. നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണോ അതോ അതിനു പിന്നിലെ നമ്മുടെ ഭാവമാണോ ശരിക്കും പ്രധാനം? നമ്മുടെ വെറും ജോലികൾക്കപ്പുറം നിങ്ങളുടെ വീടിനെ ഒരു സ്വർഗമാക്കി മാറ്റുന്ന ആ ഒരു യഥാർത്ഥ പവർ എന്തായിരിക്കും? നമുക്ക് ഒരുമിച്ച് അതൊന്ന് കണ്ടുപിടിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നിങ്ങൾ എപ്പോഴെങ്കിലും ശരിയായ ഒരു കാര്യം പക്ഷെ തെറ്റായ ഒരു മനസ്സോടെ ഒരു ഫീലിംഗോടെ ചെയ്തിട്ടുണ്ടോ? പുറമേ നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദേഷ്യമോ വെറുപ്പോ ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടോ? നമ്മുടെ വീടുകളിൽ ഇത് എത്ര സാധാരണമാണല്ലേ. നമ്മൾ ചിലപ്പോൾ പങ്കാളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും, പക്ഷെ ഉള്ളിൽ ഭയങ്കര ദേഷ്യത്തോടെയോ ഒരു ഭാരമായിട്ടോ ആയിരിക്കും അത് ചെയ്യുന്നത്. എന്നാൽ അതേ ജോലി പൂർണ്ണ മനസ്സോടെ സ്നേഹത്തോടെ ചെയ്യുമ്പോഴോ ആ രണ്ട് അനുഭവങ്ങളും തമ്മിൽ എന്തൊരു വ്യത്യാസമാണല്ലേ. അപ്പോൾ ഈ ഭാവമില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അവിടെയാണ് നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഒരു ഹിഡൻ ഫ്രിക്ഷൻ, അതായത് നമുക്ക് കാണാൻ പറ്റാത്തൊരു തരം ഉരസലുണ്ടാകുന്നത്. പുറമേ കാണാത്ത ഈ പ്രശ്നം എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെയാണ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ വളരെ പ്രശസ്തമായൊരു വാചകം നമ്മൾ ഓർക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന ജോലിയേക്കാൾ വലുതാണ് നിങ്ങളുടെ ഭാവം. അതായത് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിനേക്കാൾ എത്രയോ പ്രധാനമാണ് അത് ഏത് മനസ്സോടെ ചെയ്യുന്നു എന്നത്. ശരിക്കും എല്ലാ മാറ്റവും തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പോ ശരി, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണ്ടേ? അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന, നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന ഒരു തരം വൈദ്യുതി. അപ്പോ നമ്മുടെ ആ യഥാർത്ഥ പവറിന്റെ സോഴ്സിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ആ ശക്തിയാണ് നമ്മൾ ഭാവം എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, ഒരു കാര്യത്തിന് പിന്നിലെ നമ്മുടെ ആ ഒരു ശുദ്ധമായ ഇൻറ്റൻഷൻ, ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഇമോഷണൽ എനർജി, ഇതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ജീവൻ കൊടുക്കുന്നത്. ഇനിയാണ് ഈ ആശയം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഭാവത്തെ മാനവീയ വിദ്യുത് എന്നാണ് പറയുന്നത്, അതായത് ഒരുതരം ഹ്യൂമൻ ഇലക്ട്രിസിറ്റി. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ സ്നേഹത്തോടെ, നല്ലൊരു ഉദ്ദേശത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയാണ്. ഈ ഒരു ആശയം കുറച്ചുകൂടി ക്ലിയറാക്കുന്നൊരു കാര്യമാണിത്. അതായത് നിങ്ങളുടെ പ്രവൃത്തിയേക്കാൾ പ്രാധാന്യം നിങ്ങളുടെ ഉള്ളിലെ ഭാവമാണ്. കാരണം ആ ഹ്യൂമൻ ഇലക്ട്രിസിറ്റിയുടെ യഥാർത്ഥ സോഴ്സ് അതാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്നല്ല, മറിച്ച് അതിൽ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിൽ നിന്നാണ് ആ എനർജി ഉണ്ടാവുന്നത്. ശരി, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തും, അല്ലേ? നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എടുക്കാം. ഒരു വഴക്ക്. ഒരൊറ്റ ചോദ്യം കൊണ്ട് ഒരു തർക്കത്തെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വഴക്കുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് പ്രധാനം? ആ ആള് കാര്യം ചെയ്ത രീതിയാണോ അതോ അതിനു പിന്നിലെ ഉദ്ദേശ്യശുദ്ധിയാണോ? പലപ്പോഴും നമ്മൾ ആ രീതിയുടെ പേരിൽ തർക്കിച്ച് ശരിക്കുള്ള ഉദ്ദേശത്തെ അങ്ങ് മറന്നുകളയും. അപ്പോൾ അടുത്ത തവണ ഒരു തർക്കമുണ്ടാകുമ്പോൾ ഈ 3 സ്റ്റെപ്പുകൾ ഒന്ന് പരീക്ഷിച്ചു നോക്കാമോ? ഒന്നാമത്തെ കാര്യം, ആ വഴക്കൊന്ന് നിർത്തുക. രണ്ടാമത്, ആ ചെയ്ത രീതിയിലുള്ള തെറ്റുണ്ടാവുമല്ലോ, അതിനപ്പുറത്തേക്കൊന്ന് നോക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മൂന്നാമതായി സ്വയം ചോദിക്കുക, അവരുടെ ഇൻറ്റൻഷൻ നല്ലതായിരുന്നോ? കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇൻറ്റൻഷൻ നല്ലതാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ജയിച്ചു. അവിടെ ഒരാൾ ജയിക്കുകയോ മറ്റൊരാൾ തോൽക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങളുടെ ബന്ധമാണ് വിജയിക്കുന്നത്. ഓക്കെ, ഒരു തർക്കം പരിഹരിക്കുന്നത് നല്ലൊരു തുടക്കമാണ്. പക്ഷേ ഈ ഒരു നല്ല ഭാവം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ എന്തു ചെയ്യാൻ പറ്റും? അതിനായിട്ട് നമുക്കൊരു പ്രാക്ടിക്കൽ ടൂൾ കിറ്റുണ്ട്. ഉദ്ദേശ്യശുദ്ധിയുടെ ഒരു 5 താക്കോലുകൾ. ഈ 5 താക്കോലുകൾക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റും. ഓരോന്നായി നോക്കാം. 1. ശുദ്ധസങ്കല്പം. നിങ്ങൾ രാവിലെ ഒരു ചായ ഉണ്ടാക്കുവാണെങ്കിൽ പോലും അത് സ്നേഹത്തോടെ തുടങ്ങുക. 2. സംവേദന. നിങ്ങളുടെ പാർട്ണർ ദേഷ്യപ്പെടുമ്പോൾ ആ ദേഷ്യത്തിന് പിന്നിലെ വിഷമം മനസ്സിലാക്കാൻ ശ്രമിക്കുക. 3. ത്യാഗം. എപ്പോഴും എനിക്കെന്ത് കിട്ടും എന്നല്ല, നമുക്കുവേണ്ടി എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാം. 4. കൃതജ്ഞത. അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും മനസ്സിൽ നിന്നൊരു നന്ദി പറയുക, അതിനെ അംഗീകരിക്കുക. അവസാനമായി ദിവ്യദൃഷ്ടി. പാത്രം കഴുകുന്നതൊരു ജോലിയായി കാണാതെ കുടുംബത്തിന് ആരോഗ്യം കൊടുക്കുന്ന ഒരു നല്ല കാര്യമായി കാണുക. ഈ ഓരോ കാര്യവും നമ്മുടെ ആ ഹ്യൂമൻ ഇലക്ട്രിസിറ്റി കൂട്ടാനും വീടിനൊരു പോസിറ്റീവ് എനർജി കൊടുക്കാനും നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഒരുമിച്ച് ചേർത്ത് നോക്കാം. നമ്മുടെ വീടിനെ എങ്ങനെ ഒരു സ്വർഗമാക്കി മാറ്റാം, അതിനുവേണ്ട പവർ എവിടുന്ന് കിട്ടും എന്ന് നോക്കാം. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ വീടിന്റെ യഥാർത്ഥ പവർ ഹൗസ് നിങ്ങളുടെ ഇൻറ്റൻഷനാണ്. നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങളോ ചെയ്യുന്ന വലിയ കാര്യങ്ങളോ അല്ല. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും നിങ്ങൾ കൊടുക്കുന്ന ആ ഭാവമാണ് ആ വീടിന് ജീവൻ കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചിന്തയോടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ശുദ്ധമായി സൂക്ഷിക്കുക. നിങ്ങളുടെ വീട് താനെ ഒരു സ്വർഗമായി മാറും. പോകുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ ചോദ്യം. ഇന്ന് നിങ്ങളുടെ സ്നേഹം കൊണ്ട്
നിങ്ങളുടെ ആ നല്ല ഭാവം കൊണ്ട് എന്തിനെയായിരിക്കും നിങ്ങളൊന്ന് ചാർജ് ചെയ്യാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ.